വൃദ്ധസദനങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ എല്ലാ ന്യൂസിലും അത് വരുന്നുണ്ടല്ലോ, വൃദ്ധസദനങ്ങൾ. ദയവ് ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ആരും ആ വൃദ്ധസദനത്തിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. കാരണം നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ നമുക്ക് ഭക്ഷണവും പൈസയും തന്ന് ഒരു നിലയ്ക്കാക്കി കഴിയുമ്പോൾ അവരുടെ ലൈഫ് ഓൾമോസ്റ്റ് കഴിഞ്ഞു പോവുകയാണ്. അവരുടെ അവസാന കാലങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അല്ലാതെ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളുകയല്ല വേണ്ടത്. നമ്മളുടെ വീട്ടിൽ നിന്ന് ആരും വൃദ്ധസദനത്തിൽ അന്തേവാസികളാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കഞ്ചാവ് കവലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമുക്ക കവലകളും. നമ്മളുടെ കുട്ടികൾ, നമ്മുടെ ഇളം തലമുറ അതിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ 2-3 പേരൻസ് എന്നോട് പറഞ്ഞത്, അവൻ പുറത്തു പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഞാനെങ്ങനെ അറിയും എന്നാണ്. അറിയണം, അറിഞ്ഞു വെക്കൂ. അവൻ്റെ കൂടെ കോളേജിൽ പോയിരിക്കാനോ അവൻ്റെ കൂടെ സിനിമയ്ക്ക് പോകാനോ ഞങ്ങൾക്ക് സാധിക്കില്ല. പക്ഷെ അവനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അവൻ വീട്ടിൽ വരുമ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അവന് പെട്ടെന്ന് വരുന്ന ദേഷ്യം, അവൻ അസമയങ്ങളിലുള്ള പുറത്തേക്ക് പോക്ക്, ഇതിലെല്ലാം നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്താൽ മനസ്സിലാവും അവൻ്റെ പോക്ക് ശരിയായ രീതിയിലല്ല എന്ന്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ കാര്യത്തിൽ നമ്മളുടെ ഫാമിലി എല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ സെൻട്രൽ പോയിന്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ താഴെയുള്ള ഇളം തലമുറയും നമ്മുടെ മീതെയുള്ള നമ്മളുടെ പാരൻസും രണ്ടുപേരെയും നമ്മൾ ഒരുപോലെ നോക്കണം. ഒരു പാരൻസും വൃദ്ധസദനത്തിലെ അന്തേവാസികളാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഇളം തലമുറയിൽ ആരും തന്നെ നമ്മുടെ കഞ്ചാവ് കാലകളിലെ നിത്യസന്ദർശകരാകാതിരിക്കട്ടെ. ഇതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രോഗ്രാംസ് തുടങ്ങാനായിട്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ പ്രസംഗത്തിൽ അത്ര മിടുക്കനല്ലാന്ന്. പക്ഷെ ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കാൻ കാരണം എനിക്കിപ്പോൾ ഒരു ഗുരുവുണ്ട് പ്രസംഗത്തിൽ. അത് ഞാൻ നന്നായിട്ട് പ്രസംഗിച്ച് പരിക്കുകളില്ലാതെ പ്രസംഗം നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഗുരുവിൻ്റെ പേര് പറയാം. അല്ലെങ്കിൽ അത് മറച്ചു വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ പുള്ളിയുടെ പേര് ചീത്തയാക്കണ്ടെന്ന് കരുതിയിട്ട്. അതുകൊണ്ട് എനിക്ക് തന്ന ഊർജവും ധൈര്യവും തന്നെ എന്നെ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്ന ഒരാൾ നമ്മുടെ MNRIയിൽ തന്നെയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. പ്രായം കൊണ്ട് അനുജനാണെങ്കിലും സ്ഥാനം കൊണ്ട് ഇന്ന് ഗുരുവാണ്. അത് മറ്റാരുമല്ല, MNRIയുടെ ട്രഷററായ ചന്ദ്രൻ മുരേക്കാട്ടാണ്. ഞാൻ നിർത്തുന്നു. അധികം പ്രസംഗിക്കില്ല. ഇനി ധാരാളം പേർ പ്രസംഗിക്കാനുണ്ട്. പ്രോഗ്രാമിനെ കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. അത്യന്തം ആദരണീയരായ വ്യക്തികളെ ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ സമയം കളയുന്നില്ല. അതുകൂടാതെ എൻ്റെ മുൻപിലിരിക്കുന്ന മുതിർന്നവരെ, എൻ്റെ സഹോദരങ്ങളെ, മക്കളെ, കൊച്ചുമക്കളെ, ഞാൻ അധികം സമയം നിങ്ങളെ എടുക്കുന്നില്ല. ഞാൻ സാധാരണ എടുക്കാറുള്ളത് 180 സെക്കൻഡ്സ് മാത്രമേ എടുക്കാറുള്ളൂ. ഇത് ഒരു 60 സെക്കൻഡ് കൂടി ഞാൻ കൂട്ടുന്നത് മറ്റൊന്നുമല്ല, ഇത്രയേറെ ബഹുമാനം എനിക്ക് ഇവിടെ കിട്ടാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഞാൻ മുല്ലയ്ക്കൽ നഗറിൻ്റെ സന്താനമാണ്. എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മുരേക്കാട്ടിൻ്റെ, ഞങ്ങൾ ദാരിദ്ര്യവും ദുഃഖവും ആയി ജീവിക്കുന്ന കാലത്ത് ചന്ദ്രൻ മുരേക്കാട്ടിൻ്റെ നേരെ മുൻപിൽ ഒരു ചെറിയ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്നത് കാവേരി അമ്മ മരിച്ചുപോയി. ചന്ദ്രൻ്റെ അമ്മ യാത്രയായി. പിന്നെ എൻ്റെ അമ്മ, അതും കൂടാതെ മറ്റേ ബ്രാഹ്മിൻസിന്റെ വീട്ടിലെ സ്വർണ്ണക്കടയിൽ ശാരദാമ്മ, ഈ 2-3 അമ്മമാര്, എൻ്റെ അമ്മ, ഞങ്ങൾ ആഹാരം പങ്കിടുമായിരുന്നു. ആഹാരം തികയുന്നുണ്ടായില്ല. ഞാൻ ആർമിയിൽ പോയി, കിട്ടിയ വരുമാനം കൊണ്ട് തികയുന്നുണ്ടായില്ല. മക്കൾ ശ്രദ്ധിച്ചു കേൾക്കണം. മക്കൾ പ്ലീസ് ലിസൺ. കൊച്ചുമക്കൾ പ്ലീസ് ലിസൺ. ഞാൻ പറയുന്ന വർത്തമാനം
എനിക്ക് കേൾക്കേണ്ടത് വലിയവരല്ല, കൊച്ചുമക്കൾ, ടീനേജേഴ്സ് ആൻഡ് അണ്ടർ ഏജ് ബിലോ 15. പ്ലീസ് ലിസൺ ബിക്കോസ് ദിസ് ഇസ് ഫോർ യു. ഐ ആം ടെലിംഗ് യു ദിസ് തിങ്. അപ്പോൾ വളരെയേറെ ദാരിദ്ര്യ ദുഃഖത്തിൽ ജീവിച്ച് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, പിന്നെ ഞാൻ ആർമി സർവീസിലേക്ക് പോയി, അന്ന് തന്നെ ആർമി സർവീസിലുണ്ട്. ഈ അമ്മമാർ അവരുടെ കൈകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവിശ്വസനീയമാവില്ല. കാരണം ഇന്ന് സാക്ഷികളുണ്ട്. എൻ്റെ ഒരു അനിയൻ അവിടെ ഇരിക്കുന്നു, ഇത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ വേറെ കാര്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല, നിങ്ങൾ വികാരാധീനനാവുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ വളരെ തെളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആശംസകൾ, 100 ആശംസകൾ. അത്യന്തം ശക്തിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. അത്യന്തം സ്നേഹോജ്വലമായ അന്തരീക്ഷത്തിൽ നിറഞ്ഞ സദസ്സിൽ നമ്മുടെ മക്കളുടെ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ. പക്ഷെ ഒരു കാര്യം മാത്രം, പ്ലീസ് റിമെമ്പർ, അവർ സോൾജിയേഴ്സ്, they are guarding more than 15,000 kilometers, and you must know that every 100 meters there is a soldier. Every 100 meters there is a soldier with a weapon standing against our enemy. ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഓരോ 100 മീറ്ററിലും നമ്മളുടെ ജവാന്മാർ എന്ത് കാലാവസ്ഥയിലും നമ്മളെ കാക്കാൻ ഈ സമയത്തും ആ സമയത്തും, നമുക്കിപ്പോൾ ഈ മഴയത്തൊക്കെ നടക്കാൻ നിവൃത്തിയില്ല. അവിടെ ഐസ് വീഴുന്നു, ഒരിഞ്ഞ ചൂട്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ, അതായത് എന്തെല്ലാം ദുസ്സഹമായ സാഹചര്യത്തിൽ, മലകൾ, ഗോർജുകൾ, 1000, 1500, 2000 അടി പൊക്കമുള്ള കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ ധീര ജവാന്മാർ മരിച്ചത് 1546 മറ്റാണ്, ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ പേൽഗാമിൽ നമ്മളെ വന്ന് ഉപദ്രവിച്ചിട്ട് പോയി, നശിപ്പിച്ചിട്ട് പോയി. അതിന് ശക്തമായ മറുപടി കൊടുത്തു. ഞാൻ ഇതൊന്നും അല്ല പറയുന്നത്, നമുക്ക് ആരെയും കൊല്ലണ്ട, പക്ഷേ നമ്മളെ തോണ്ടിയാൽ നമ്മൾ പാതാള കരണ്ടി വെച്ച് തോണ്ടും. യു ഗെറ്റ് റെഡി, ഐ വിൽ ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും വേണ്ടി വന്നാൽ നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകാനൊരു ശബ്ദം ഞാൻ നിങ്ങൾക്ക് എടുക്കുക. എനിക്കൊരു സെക്കൻഡ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് തയ്യാറായിരിക്കണം. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, 15,000-ലധികം കിലോമീറ്ററുകൾ നമ്മുടെ ജവാന്മാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഓർക്കുക, അവർക്ക് വേണ്ടി അല്പം സ്നേഹം, എല്ലാ ദിവസവും അവർക്ക് വേണ്ടി അല്പം പ്രാർത്ഥന പങ്കുവയ്ക്കണം. പ്ലീസ്. എനിക്ക് സ്നേഹം, ഞാൻ നിങ്ങളുടെ മനസ്സിലുണ്ട്, ഞാൻ നിങ്ങളുടെ റോഡിലുണ്ട്, എപ്പോഴും ഈ റോഡിലുണ്ടാവും. വെളുപ്പകാലത്ത് ഞാൻ ഈ റോഡിൽ മുഴുവനുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ എന്നെ കൊണ്ട് വിതയ്ക്കാവുന്നതിലും പറയാവുന്നതിലും പരിധികളുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്നേഹം ദൈവത്തിലൂടെ ഏത് തമ്പുരനായാലും കുഴപ്പമില്ല. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി, ഈസായി ഒന്നും നമുക്ക് പ്രശ്നമല്ല. എല്ലാ ദൈവവും ഒന്നാണ്. എല്ലാ രക്തവും AB O പോസിറ്റീവ് ഇങ്ങനെയുള്ള രക്തങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് രക്തം മുറിഞ്ഞാലും, ഏത് സ്ത്രീയെ ഒരു പുരുഷൻ കല്യാണം കഴിച്ചാലും അവിടെ ഒരു മക്കൾ ജനിക്കും. ആ മക്കൾക്ക് എന്താണ് ജാതി ഒന്നുമില്ല, എന്താണ് മതം ഒന്നുമില്ല. അപ്പോൾ നമുക്കതല്ല പ്രശ്നം. നമ്മുടെ നാടിനെ തോണ്ടുന്നവർക്ക് നമുക്ക് മറുപടി കൊടുക്കണം. നമ്മുടെ ജവാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നൗ യു പ്ലീസ് ഗെറ്റ് അപ്പ്. എല്ലാവരും ഒരു പ്രാവശ്യം എഴുന്നേൽക്കണം.